സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ വീണ്ടും പുക. രോഗികളെ ഒഴിപ്പിച്ചു. ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയെന്ന് ആരോഗ്യമന്ത്രി. ആചാരപ്പെരുമയിൽ തൃശൂരിൽ പൂര വിളംബരം. തെക്കേ ഗോപുരനട തുറന്നതോടെ പൂര ചടങ്ങുകൾക്ക് തുടക്കം. പാലക്കാട് അഗളിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ അസം സ്വദേശിയും പെൺ സുഹൃത്തും പിടിയിൽ. അറസ്റ്റ് പെരുമ്പാവൂരിലെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുമ്പോൾ. വേളാങ്കണ്ണിയിൽ അപകടത്തിൽ മരിച്ച മലയാളികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കാഞ്ഞിരംകുളം സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത് പുലർച്ചെ. അഞ്ചുതെങ്ങിലെ സുനാമി പുനരധിവാസ വീടുകൾ അപകടാവസ്ഥയിൽ. ഭിത്തികളിൽ വിള്ളൽ വീണു, മേൽക്കൂര തകർന്നും ദുരിതം. വീടിനായി പണം അനുവദിച്ചത് 14 വർഷത്തിനിടെ ഒരു തവണ മാത്രം. വാർത്തകൾ വിശദമായി നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ വീണ്ടും പുക. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ 6ാം നിലയിലാണ് പുക കണ്ടത്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത് 6ാം നിലയിലാണ്. പുക കണ്ടതിനെ തുടർന്ന് 4-5 നിലകളിലെ രോഗികളെ മാറ്റി. കഴിഞ്ഞ ദിവസത്തെ പൊട്ടിത്തെറി സംബന്ധിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധനയ്ക്കിടെയാണ് വീണ്ടും പുക ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് സൈറൺ നൽകി. ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും വേഗം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. 4-5 നിലകളിലെ രോഗികളെ മാറ്റി. ഫയർഫോഴ്സ് യൂണിറ്റുകൾ അടക്കം സർവ്വസജ്ജമായി സ്ഥലത്തെത്തി. എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാവുകയായിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്ന 6ാം നിലയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം കെട്ടിടത്തിൽ നിന്ന് പൊട്ടിത്തെറിയുണ്ടായി തീ പിടിച്ച് പുക ഉയർന്നതിന് പിന്നാലെ ഇവിടെയുള്ളവരെ മാറ്റിയിരുന്നു. നാളെ മുതൽ കെട്ടിടത്തിൽ വീണ്ടും ഓപ്പറേഷൻ തിയേറ്റർ അടക്കം പ്രവർത്തനം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പരിശോധന നടത്തിയത്. ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നാണ് പുക ഉയർന്നതെന്നും രോഗികൾ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ആശങ്ക വേണ്ടെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന ആരോപണം ഉയർന്നു. കെട്ടിടത്തിലെ പരിശോധന പോലും പൂർത്തിയാകാതെ രോഗികളെ മാറ്റിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഉത്തരം പറയണമെന്നും ആവശ്യം ഉയർന്നു. ഈ ബ്ലോക്കിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താതെ രോഗികളെ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നൽകിയ ഉറപ്പ്. എന്നാൽ ഇന്ന് പുക ഉയർന്നപ്പോൾ 35 പേരെയാണ് ഇവിടെ നിന്ന് ഒഴിപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ എല്ലാ നിലകളിലും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി. ഓരോ നിലകളിലായി പരിശോധിക്കും. സീലിംഗ് ഭാഗത്താണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. ഇന്നിപ്പോൾ ഈ പരിശോധനയ്ക്കിടയിൽ 6ാമത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു ടോട്ടൽ ഫയർ ഓഡിറ്റ് സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റ് നടത്താൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സമഗ്രമായിട്ടുള്ള ഫയർ ഓഡിറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ടാകും. അതുകൂടാതെ ഫയർ സേഫ്റ്റിയിലെ ഉദ്യോഗസ്ഥരുണ്ടാകും. LSGDയുടെ എഞ്ചിനീയർ ഉണ്ടാകും. അതുപോലെ അനുബന്ധമായിട്ടുള്ള സാങ്കേതിക വിഭാഗങ്ങളിലെ എല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിൽ അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഒരാളുണ്ടാകും. അങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ ടെക്നിക്കൽ പേഴ്സൺസിനെ ഉൾപ്പെടുത്തി ഒരു ഫയർ ഓഡിറ്റ് നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് അഗളിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ശേഷം മുങ്ങിയ യുവാവും പെൺ സുഹൃത്തും പെരുമ്പാവൂരിൽ പിടിയിൽ. അസം സ്വദേശികളായ നരാജുൽ ഇസ്ലാം, ഇയാളുടെ പെൺ സുഹൃത്ത് റുക്സാന ബീഗം എന്നിവരാണ് പെരുമ്പാവൂരിലെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്. കഴിഞ്ഞ ദിവസം നരാജുലും സുഹൃത്തും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകം. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള സിറ്റി ലോഡ്ജിൽ മുറിയെടുത്ത് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കള്ളനോട്ടുമായി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അതിഥി തൊഴിലാളി പിടിയിൽ. അസാം സ്വദേശി പ്രേംകുമാർ ബിസ്വാസ് ആണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 29,000 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തി. 500ന്റെ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. പോലീസ് സംഘം ലഹരി ഇടപാട് സംശയിച്ച് നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകൾ കണ്ടെടുത്തത്.
ഇനി പൂരം. ആചാരപ്പെരുമയിൽ തൃശൂരിൽ പൂരവിളംബരം. നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നതോടെ പൂരചടങ്ങുകൾക്ക് തുടക്കമായി. എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേന്തി തെക്കേ ഗോപുര നട തുറന്നു. കാത്തിരുന്ന പുരുഷാരത്തിന്റെ ആരവങ്ങൾക്കിടയിലേക്ക് എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നിറങ്ങി. പൂപ്പറ നിറച്ചും പുഷ്പവൃഷ്ടി നടത്തിയും പൂരപ്രേമികൾ നട തുറന്നിറങ്ങിയ നെയ്തലക്കാവമ്മയെ വരവേറ്റു. പടിഞ്ഞാറേ നടയിലെ നിലപാട് തറയിലെത്തി ശംഖുനാഥം മുഴക്കി പൂര വിളംബരം നടത്തി. മൂന്ന് ദിവസത്തേക്കായി പൂരം. സാധാരണ ഒരു ദിവസം മാത്രം നിൽക്കുന്ന പൂരം അതിങ്ങനെ ഈ പകൽപൂരം ഒക്കെ ചേർന്നുകൊണ്ട് 3 ദിവസത്തേക്ക് അങ്ങ് വ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെക്കേ ഗോപുര നട തുറക്കുന്ന പരിപാടി അടക്കം ആ ഒരു ചടങ്ങടക്കം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഇവിടെ രാവിലെ 8:30യോടെ നെയ്തലക്കാവിൽ നിന്ന് ആചാരപ്പെരുമയോടെ എഴുന്നള്ളത്ത് തുടങ്ങി. വഴിനീളെ വീടുകൾക്ക് മുൻപിൽ വിളക്കും പറയും വെച്ച് ദേവിയെ ദേശമെതിരേറ്റു. പത്തേ 30 വടക്കുംനാഥ സന്നിധിയിലെത്തിയ നെയ്തലക്കാവിലമ്മ മേളത്തിന്റെ അകമ്പടിയോടെയാണ് പടിഞ്ഞാറേ നടയിലെത്തിയത്. പന്ത്രണ്ട് 50 വടക്കുംനാഥ മതിൽക്കകം കടന്ന് തെക്കേ ഗോപുര നട തുറന്ന് പൂരത്തിന് തുടക്കം കുറിച്ചു. ഇനി പൂരപ്പെരുക്കത്തിന്റെ മണിക്കൂറുകൾ. തൃശ്ശൂരിന് ഇനി പൂരപ്പെരുക്കത്തിന്റെ മണിക്കൂറുകളാണ്. നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് തെക്കേ നട കടന്ന് വടക്കുംനാഥ സന്നിധിയിൽ പ്രവേശിക്കുന്നതോടെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തുടക്കമാകും. ക്യാമറമാൻമാരായ KP ധനേഷിനും അഖിലോട്ട് വർഗയൊപ്പം CB അനുമോദ്, G ശ്രീജിത്ത്, News 18. പൂരനഗരിയിൽ നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, അവസാന മണിക്കൂറിലാണ് നാളെ തൃശൂർ പൂരമാണ്. മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന പൂരാവേശത്തിലാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി അവിടുത്തെ വിശേഷങ്ങൾ, കാഴ്ചകൾ? ദിൽന, നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ കണ്ടതാണ് തൃശ്ശൂർ ഏതാണ്ട് ഒന്നാകെ തൃശ്ശൂരിൽ ഈ തെക്കിൻകാട് മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഏതാണ്ട് സന്ധ്യ മയങ്ങുന്നു. ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ രാവിലത്തെ ചടങ്ങുകൾ പൂർത്തിയായതാണ്. ഇപ്പോൾ മറ്റ് ചടങ്ങുകളൊന്നും തന്നെ ഇല്ല. ഇനി നാളെ രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണുള്ളത്. തൃശ്ശൂർ നഗരത്തിൻ്റെ കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്വരാജ് റൗണ്ടിൽ നിരവധി ആളുകൾ എത്തുന്നു. ഈ പല കാഴ്ചകളും ഇതിനുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന പന്തലൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തി മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ വ്യാപാര വാണിജ്യ മേഖലകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ എത്തി മടങ്ങുന്ന കാഴ്ചകൾ. അങ്ങനെ തൃശ്ശൂർ നഗരം ഏതാണ്ടൊരു നഗര കാഴ്ചയാണ് ഈ സമയം പ്രധാനമായുള്ളത്. പ്രത്യേകിച്ച് വലിയ ആരവങ്ങളിലേക്ക് മാറുന്നു. നഗരത്തിൽ പരമാവധി ഗതാഗതം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും മറ്റും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നാളെ രാവിലെയാണ് നാളെ രാവിലെ തുടങ്ങുകയാണ് പൂരം. ഇന്ന് തന്നെ ഏതാണ്ട് വിളംബരത്തോടു കൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂർണ്ണമായ ചടങ്ങ്, ഇടതടവില്ലാത്ത ചടങ്ങുകൾക്ക് നാളെ രാവിലെ തുടങ്ങുകയാണ്. ഏതാണ്ട് പുലർച്ചെ തന്നെ കണിമംഗലം ശാസ്താവ് വരുന്നു. 7 മണിയോടുകൂടി സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ വടക്കുംനാഥനെ വണങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു വരവായിരിക്കും ഉണ്ടാകുക.
അതിനുശേഷം അങ്ങനെ വിവിധ ഭഗവതിമാർ ഏതാണ്ട് 8 ഘടകപൂരങ്ങളുടെ വരവാണ് നാളെ ഉണ്ടാകുക. അതിനുശേഷം മഠത്തിൽ വരവും പിന്നീട് ഇലഞ്ഞിത്തറ മേളവും ഒക്കെയായി വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു. ഏറ്റവും കൗതുകകരമായ മനോഹരമായ മേളപ്രേമികളുടെ കാഴ്ചകൾ മഠത്തിൽ വരവും ഒപ്പം തന്നെ ഈ ഇലഞ്ഞിത്തറ മേളവും ഒക്കെ തന്നെയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള മേളങ്ങളാണ്. വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടിയായിരിക്കും തെക്കോട്ടിറക്കം ഉണ്ടാകുക. ഒരുപക്ഷെ അതിനുശേഷം കുടമാറ്റമാണ് പൂരപ്രേമികളെ സംബന്ധിച്ച് കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളുടെ ഒരു ലോകം എന്നത് കുടമാറ്റമാണ്. അതിനുവേണ്ടി നാളെ വൈകുന്നേരം ഏതാണ്ട് ഒരു 6 മണി വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ചടങ്ങുകൾ തുടരുന്നു. പിന്നെ രാത്രിയും പല എഴുന്നള്ളത്തുകൾ. രാത്രി വൈകി ഏതാണ്ട് 2 മണിയോടുകൂടി തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ വെടിക്കെട്ടിലേക്ക് കടക്കുന്നു. ഇന്നലെ നടന്ന സാമ്പിൾ വെടിക്കെട്ട് തന്നെ അതിഗംഭീരമായിരുന്നു എന്നുള്ളതാണ് പൂരപ്രേമികൾ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ നാളത്തെ വെടിക്കെട്ട് എത്രത്തോളം പ്രധാനമാകും എന്നുള്ളതാണ്. എന്തായാലും മറ്റന്നാൾ പകൽപൂരവും ഒപ്പം തന്നെ ഉപചാരം ചൊല്ലി പിരിയലോടുകൂടി ഈ വർഷത്തെ പൂര ചടങ്ങുകൾ പൂർത്തിയാക്കും. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ നിമിഷങ്ങളൊക്കെ തൃശ്ശൂരിൻ്റെ കേരളത്തിൻ്റെ ഒക്കെ രക്തം പൂരത്തിലേക്ക് അലിഞ്ഞു ചേരുന്ന കാഴ്ച തന്നെയായിരിക്കും ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൂരനഗരിയിലേക്ക് ജനം ഒഴുകിയെത്തുകയാണ്. പൂരനഗരിയിൽ നിന്ന് ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പൂരത്തിന്റെ വിശേഷത്തിലേക്ക് തന്നെയാണ്. തൃശൂർ പൂരത്തിന്റെ ആദ്യാവസാനം എല്ലാ ചടങ്ങുകളിലും ഇത്തവണ സാന്നിധ്യമാണ് കൊമ്പൻ എറണാകുളം ശിവകുമാർ. പൂരവിളംബരം ചൊല്ലുന്ന ചടങ്ങിലും പൂരദിവസം നെയ്തലക്കാവിലമ്മയെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോഴും പകൽപൂരനാൾ ചടങ്ങുകൾക്ക് ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്തും ഇത്തവണ എറണാകുളം ശിവകുമാറുണ്ട്. കാണാം എറണാകുളം ശിവകുമാറിന്റെ വിശേഷങ്ങൾ. തൃശൂർ പൂര വിളംബര ചടങ്ങിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവനാണ്, എറണാകുളം ശിവകുമാർ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവനാണ് തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തുന്നത്. കേരളത്തിലെ ലക്ഷണമൊത്ത നാട്ടാനകളിൽ ഏറ്റവും മുമ്പിലുള്ളവനാണ് ഇവൻ. എന്താണ് ചേട്ടാ, എങ്ങനെ ക്ഷീണത്തിലാണോ? അപ്പൊ ഈ നടന്നു വന്നിട്ടുള്ളതിന്റെ ഒരു ക്ഷീണമല്ല. പക്ഷെ ഇന്ന് സാധാരണത്തെ അത്ര ഇല്ല. കാരണം അന്നത്തെ അന്തരീക്ഷം അങ്ങനെ പോണ്ടേ അത്ര പ്രശ്നമില്ല. സാധാരണ ഈ സമയമാകുമ്പോഴേക്കൊക്കെ വെയിലുണ്ട്, എല്ലാവരും ആൾക്കാരും എല്ലാവരും വട്ടം തരും. ഇതുപോലെ അങ്ങനെ അത്ര ഇതുണ്ടായില്ല. നല്ലൊരു കാലാവസ്ഥയല്ലായിരുന്നു. പക്ഷെ ആദ്യം കണ്ടപ്പോ വിചാരിച്ചൊക്കെ ഇതായി എന്നാണ്. പക്ഷെ അതൊക്കെ അവിടുന്ന് ഇറങ്ങിയപ്പോ നല്ലൊരു ഇതായി. ഇത്തവണ ഓരോ തവണയും പൂരവിളംബരത്തിന് ആളുകളുടെ ആരാധകരുടെ എണ്ണം കൂടി വരികയാണ്. രാമനാരുടെ ആരാധകരുണ്ട്, പക്ഷെ ശിവന്റെ ആരാധകർ ഒരുപാട് പേര് വന്ന് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല സന്തോഷം. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇത് ആൾക്കാർക്ക് ഇപ്പൊ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ നട തുറക്കൽ മുതൽ ഇവിടെ ഫുള്ള് തിരക്കായി. എന്താ അവർക്ക് ഇനിയിപ്പോ ഏതായാലും എന്തായാലും ഇവിടെ ഫുള്ള് ആൾക്കാരാവണ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയപ്പത് നല്ല തിരക്കല്ലായിരുന്നു. സന്തോഷമാണ് ഇതില്. നെയ്തലക്കാവിന്റെ തന്നെ എഴുന്നള്ളത്തിന് നാളെ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നു. മുഴുവൻ സമയം ഉണ്ടാവില്ല. അവിടുന്ന് ഇവിടുന്ന് കോലം മാറിയിട്ട് പിന്നെ വേറെ ഏതോ ആനയാണ്, കുഞ്ചാന അങ്ങനെ ഏതോട്ടാണ് തോന്നുന്നത്. സന്തോഷേട്ടാ, ഇവന്റെ ഒരു കഥ ഞാൻ കേട്ടു. പണ്ട് ഗുരുവായൂർക്ക് കൊണ്ടുവന്ന ആനേനെ എറണാകുളത്ത് ഉപ്പന്റെ അവിടെ നടക്കിരുത്തേണ്ടി വന്നു. ഞാനും അങ്ങനെ തന്നെ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ അവിടെ ഓടി നടന്ന ആനക്കുട്ടിയെന്ന് പറയണു. അന്നും നമുക്ക് അത്ര ബന്ധങ്ങളില്ല. അപ്പോ അതിനുശേഷമാണ് അവിടെ ആന കയറ്റി കൊണ്ടുപോകാൻ നോക്കി പറ്റിയില്ല. അങ്ങനെ പ്രശ്നം വെച്ചു. അപ്പൊ ഗുരുവായൂർക്കുള്ള ആനക്കുട്ടിയാന്ന് എറണാകുളത്ത് അപ്പനുള്ള ആനക്കുട്ടിയാന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നം വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടയിരുത്തി എന്നാണ് പറയുന്നത് കേട്ടാ. അങ്ങനെയാണ് എറണാകുളം ശിവകുമാറായത്. വടക്കാന്റെ പറമ്പിലുണ്ടാവും. കാര്യം എറണാകുളത്തപ്പന്റെ മുതലാണെങ്കിലും വളർത്തച്ഛനായ വടക്കുന്നാഥന്റെ അടുത്താണ് ആന. അതെ. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല സ്വഭാവം. ഏത് സമയത്തും നമുക്ക് കയറി ചെല്ലാം. പുറമെയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹം. ഒരു വട്ടം തിന്നാൻ കൊടുത്താൽ നന്ദി കാണിക്കാന്ന് പറയില്ലേ, അതിങ്ങനെ അവന്റെ ഭാഗത്തുള്ളതാ. എനിക്ക് നീരുകാലത്തായാലും തറി വൃത്തിയാക്കാം, കയറി ചെല്ലാം. നമുക്കൊരു കുഴപ്പമില്ല. ഓ പക്ക. ഇനി അല്ലാണ്ട് വേറെ അല്ലറ കുറുമ്പ് കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ആൾക്ക് ചില നേരത്ത്. ഈ കാക്ക കൊക്ക അങ്ങനെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അല്ലാണ്ട് കാക്കയൊക്കെ തറിയിൽ വന്നിരുന്ന ചിലപ്പോൾ ആളൊന്ന് അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് ശിവന്റെ പ്രത്യേകത എന്ന് പറയണേ. അങ്ങനെ സാധനങ്ങളോടാ പേടി. പിന്നെ പെട്ടെന്ന് ബാക്കിൽ കൂടെ വലുതും ഇതൊക്കെ വരണണ്ട് കഴിഞ്ഞാൽ വല്ല പശു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരണണ്ട് കഴിഞ്ഞാൽ ആൾക്കൊരു ചെറിയൊരു ഇത്. അല്ലാണ്ട് വേറൊന്നും ഒരു കുഴപ്പമില്ല. ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. വടി ഞാൻ 365 ദിവസം 24 മണിക്കൂറുള്ള ആളാ. ഇവന്മാരും തല്ലണം ഞാൻ കണ്ടില്ലേ. സുരേഷേട്ടനായാലും രാജനായാലും നോക്കിയാ മതി. ഇപ്പൊ നീരിന്ന് കഴിക്കുമ്പോ തല്ലി കഴിക്കാന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? ശിവനാൻ ഇന്ന വരെ ഞാൻ തല്ലി കഴിക്കാൻ കണ്ടിട്ടില്ലേ.
ഏറ്റവും ലക്ഷണമൊത്ത നാട്ടാനകളുടെ ഒരുത്തരം കൂടിയാണ്. അതെ അതെ അല്ല, ഉയരം, വായുകുംഭം, കൊമ്പ്, ഇതിന് ഏറ്റവും പ്രത്യേകത ഈ കൊമ്പുചാട്ടാണ് ശിവനാനയുടെ. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ ഞാൻ എന്റെ അറിവില്ലായ്മ ആവാട്ടെ, ചിലപ്പോ എനിക്ക് അറിയാത്തതുകൊണ്ടാവും. ഇവരോടൊക്കെ ചോദിച്ചു, ഇവരൊക്കെയാണ് ആനകളുടെ മെയിൻ ആൾക്കാരാ. ഈ പോയ കൊമ്പ് വന്നിട്ടുള്ളതില് എനിക്ക് തോന്നുന്നു ശിവനാന മാത്രമേ ഉള്ളൂ തോന്നുന്നു. വേറെ ആനകളൊന്നും ഇപ്പൊ നിലവിലെ കേരളത്തില് പോയിട്ടുള്ള കൊമ്പ് തിരിച്ചാന വന്നിട്ടുള്ളതായിട്ട് ഞങ്ങളുടെ ആരെയും അറിവിലില്ല. ഇതിന് ഒരു ഏകദേശം പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കൊമ്പ് ചാടി വന്നിട്ടുള്ള ഒരു ആനയാണ്. വേറൊരു ആനകൾക്കും പോയി കഴിഞ്ഞാൽ കൊമ്പ് ഫുള്ളായിട്ട് പോകും. കൊമ്പ് പണ്ടെന്തോ അബദ്ധത്തിൽ പോയിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മള് അങ്ങനെ കൊമ്പ് ചെത്തി മിനിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ ഈ തറിയിൽ ഇങ്ങനെ തിന്നാൻ നിൽക്കുമ്പോ ഈ തെങ്ങ്, തല, പട്ട അങ്ങനെ സാധനങ്ങളൊക്കെ അതങ്ങനെ കുത്തണ നേരത്തെ എന്തോ ആര് കയറി അത് പഴുത്തു. അങ്ങനെ കൊഴിഞ്ഞ് ഒരു നീലകാലത്താണ് കൊഴിഞ്ഞ് തറിയിൽ വീണാണ്. മുളച്ചു. അതാണ് ശിവനാനയുടെ ഒരു പ്രത്യേകത. അതായത് ദക്ഷിണ കൈലാസനാഥൻ, അതായത് പ്രത്യക്ഷ ഗണപതി എന്ന് പറയണത് തന്നെ ശിവനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യക്ഷ ഗണപതിയാണ് റെഡിക്ക്. ഞാൻ കാണുമ്പോഴേ ആരാധകർ ഒരുപാട് പേരുണ്ട്. അല്ല, ഈ ശിവനാനയുടെ ഒരു പ്രത്യേകത നമ്മളിപ്പോ എന്റെ ഒരു അനുഭവം പറയാട്ടോ. ഞാനൊക്കെ എന്തെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരാതെ പോവില്ല. ശിവനാനെ കാണാന്ന് പറഞ്ഞാൽ എറണാകുളത്തപ്പനെ കാണുന്ന പോലെ. അതൊരു എന്റെ ഒരു അനുഭവമാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ എനിക്കറിയില്ല. ശിവനാന അങ്ങനത്തെ അത്രയും ഇതായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് എന്റെ ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടെ ജോലിയൊക്കെ കിട്ടാൻ തന്നെ കാരണം ദിവസത്തിൽ ശിവനാനാന്ന് തോന്നുന്നു. നമ്മളിവിടെ ഏതായാലും ഫുൾ ടൈം. എന്താണ് ശിവനാന ഇത്ര ഇഷ്ടപ്പെട്ട ഒരു കാരണം? ശിവനാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കണ്ടവരെ ഒരിക്കലും ശിവനാന പിന്നെ എത്ര കൂട്ടത്തിൽ കണ്ടാലും മറക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ശാന്ത സ്വഭാവം, മറ്റുള്ള ആനകളിൽ നിന്ന് വിട്ടിട്ട് അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നാനുള്ളത്. ഏത് സമയത്തും ഇപ്പൊ സുരേഷേട്ടനായാലും മറ്റുള്ളവരുടെ കൂടെ അതിന്റെ കൊമ്പ് ഫിറ്റ് ചെയ്യാനായാലും എന്ത് കാര്യങ്ങൾക്കും നമ്മൾ വന്ന ആനയ്ക്ക് പരിചയമുള്ള ഒരാള് കൂടെ ഉണ്ടായാൽ മതി. അവർക്ക് ആ കാര്യങ്ങള് അവരെ ഒപ്പം നിന്ന് ചെയ്യാനുള്ളൊരു അവകാശം തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ശിവകുമാറിന്റെ പ്രത്യേകത. തലയെക്കെട്ടൊക്കെ കെട്ടി ഇറങ്ങുമ്പോൾ വേറൊരു ഭംഗിയാണ്. അതെ 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 നാടനാന അതിന്റെ ഒരു ഭംഗിയൊന്നും വേറെയാണല്ലോ. ഈ പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണമാവുകയാണ് ശിവനാന എന്നാ പറയുന്നത്. നമുക്ക് വേണ്ടിയുള്ള ഒരു ഭാഗ്യമാണ് ഇപ്രാവശ്യം 5, 6, 7 തീയതികളിൽ എഴുന്നള്ളിക്കാൻ പറ്റിയെന്നുള്ളത്. 3 ദിവസമുണ്ട്. കാരണം സാധാരണ എന്താ വെച്ചാൽ നട തുറപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഉപചാരം ചൊല്ലുന്ന ചടങ്ങിലാണുള്ളത്. ഇപ്രാവശ്യം പൂരത്തിന്റെ അന്ന്, തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് നെതിലക്കാവിലെ അമ്മയുടെ ചടമ്പേറ്റാനുള്ള ഭാഗ്യം കൂടി ശിവകുമാറിന് കിട്ടിയിട്ടുണ്ട്. പൂരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം കൂടിയാണ് നമ്മുടെ ശിവനാന. എറണാകുളം അതാണ് പൂരത്തിന്റെ തുടക്കവും ഒടുക്കവും എറണാകുളം ശിവകുമാറിലൂടെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണെങ്കിലും ഓരോ ആനയ്ക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. പക്ഷേ എറണാകുളം ശിവകുമാറിനെ വേറിട്ട് നിർത്തുന്നത് ഒട്ടനേകം കാര്യങ്ങളുണ്ട്, അനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മളെ ശിവനാനയുടെ ആരാധകരൊക്കെ പങ്കുവച്ചത്. എ പി ദിനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇത്തവണത്തെ തൃശൂർ പൂരം പുതിയൊരു ചരിത്രം കൂടിയാണ് രചിക്കുന്നത്. 2 വനിതകൾ ആദ്യമായി പൂരത്തിന് മേളത്തിൽ അണിനിരക്കും. കണിമംഗലം ദേശത്തിനൊപ്പമാണ് അർച്ചനയും അശ്വതിയും വടക്കുംനാഥ സന്നിധിയിൽ മേളത്തിൽ പങ്കാളികളാകുന്നത്. ഇതാണ് അശ്വതി ജിതിനും അർച്ചന അനൂപും, പൂരത്തിൽ പുതുചരിത്രമായി മാറുന്നവർ. അശ്വതിയുടെ ഹസ്ബൻഡ് ജിതിൻ കല്ലാട്ട് മാഷാണ് ഗുരു. അപ്പോൾ മോനെ പഠിക്കാൻ വിട്ടു. അപ്പോൾ അവിടെ പോയി ഞാൻ കാണുമായിരുന്നു. അങ്ങനെ ഇഷ്ടമായിട്ട് അതിൽ കയറിയതാണ്. കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരം വഴി ക്ഷേത്രത്തിനകത്തു പ്രവേശിച്ച് പടിഞ്ഞാറേ നടവഴി പുറത്തിറങ്ങി ശ്രീമൂലസ്ഥാനത്ത് പാണ്ടിമേളം നടത്തുമ്പോഴാണ് ഇരുവരും മേളത്തിൽ പങ്കാളികളാകുന്നത്. വലന്തലയായി നിന്നുകൊണ്ടാണ് മേളം അവതരിപ്പിക്കുക. കണിമംഗലം ശാസ്താവ് മോർണിംഗ് നേരത്താണ് അവിടെ നിന്ന് പുറപ്പെടുക. കാലത്ത് നേരത്തെ പുറപ്പെടും. കൊളശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് തെക്കേ ഗോപുരം വഴി ഉള്ളിൽ കയറി എലഞ്ഞിയുടെ ചുവട്ടിൽ നിന്ന് ഞങ്ങൾ ജോയിൻ ചെയ്യും. സ്ത്രീകളെ മാറ്റി നിർത്തിയത് കൊണ്ടല്ല ഇതുവരെ ആരും മേളത്തിനെത്താതിരുന്നത് എന്ന് ഇവർ പറയുന്നു. ഇത്തവണയും ആരും എതിർത്തിട്ടില്ല. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. പണ്ട് അതിനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പോൾ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവാണ്. ഇതിലേക്ക് ഇപ്പം നമ്മൾ പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടാണ് ഏറ്റവും വലുത് വേണ്ടത്. ഏത് മേഖലയിലായാലും സ്ത്രീകളിലേക്ക് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സംബന്ധിച്ചിടത്തോളം ആ ഭാഗം ക്ലിയറാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ല. കഴിഞ്ഞ പൂരത്തിന് കുറുങ്കുഴൽ വായിച്ച് ഹൃദയ എന്ന പെൺകുട്ടി മാറ്റത്തിന് തുടക്കമിട്ടിരുന്നു. എന്നാൽ ചെണ്ടയിൽ ഇതാദ്യമായാണ് സ്ത്രീ സാന്നിധ്യം. ക്യാമറമാൻ അഖിലോട്ടുപാറയ്ക്കൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 തൃശൂർ. തൃശൂർ പൂരത്തിന് റിട്ടയർമെന്റ് ഇല്ലെന്ന് IM വിജയൻ. തൃശൂർക്കാരുടെ അഹങ്കാരമാണ് പൂരമെന്നും IM വിജയൻ പറഞ്ഞു.
വർഷം റിട്ടയർമെന്റ് ഇനി ഒരു വർഷം കൂടെ ഉള്ളു, അതിനിടയ്ക്ക് പക്ഷെ ഇതിനൊന്നും ഒരു വിരാമം ഉണ്ടാവില്ല എന്തായാലും. ഇതിന് റിട്ടയർമെന്റ് ഇല്ലല്ലോ, അത് പിന്നെ ഏജ് ആയ പിന്നെ റിട്ടയർഡ് ചെയ്യണ്ടേ, വേറെ കുറച്ചൊന്നും ഇല്ലല്ലോ. ഇതിന് റിട്ടയർമെന്റ് ഇല്ലല്ലോ, ലൈഫ് ലോങ് ഇങ്ങനെ കിടക്കല്ല പൂരം. എത്ര പ്രായം തൊട്ട് ഇതിന്റെ ഒരു ആവേശം കയറിയിട്ടുണ്ട്? ചെറുപ്പത്തിലേ വരാറുണ്ട്, വീട് തൊട്ടപ്പുറം നടന്നു വരാന്നുള്ള ദൂരമുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിലെ അമ്മരെ കൂടെ ഒക്കെ വരാറുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞത് പേരക്കുട്ടീനെ കൊണ്ട് അവരൊക്കെ ഒരു തൃശ്ശൂർ വലിയൊരു അഹങ്കാര സംഭവമല്ലേ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ. അത് വലിയൊരു ഭാഗ്യനഗരം. പുറത്തുനിന്ന് ഇന്ത്യയിലെ പുറത്തുനിന്നുള്ള ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സിനും ദുബായിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് റൂം എടുത്ത് വെക്കും, നാളെ തൊട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. നമ്മളെ മെയിനായിട്ട് നമ്മൾ എല്ലാ പൂരത്തിനും പോകും. പിന്നെ ചെറിയൊരു പൂരത്തിൽ എല്ലായിടത്തും പോകും. പിന്നെ മടത്തിൽ വരെ അതിൻ്റെ ഇടയിൽ നോക്കും. പിന്നെ എലിഞ്ഞിത്ര മേളം മെയിൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പൊള്ളി തന്നെ പൊള്ളി. ഇപ്പോൾ വന്ന് പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംവിധായകൻ സമീർ താഹിർ അറസ്റ്റിൽ. സംവിധായകർ പ്രതിയായ കഞ്ചാവ് കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? യുവ സംവിധായകർ പ്രതികളായ ലഹരി കേസിലാണ് ഇപ്പോൾ സമീർ താഹിർ അറസ്റ്റിലായത്. സമീറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് കൂടുതൽ വിശദാംശം? ദിൽന ഇന്ന് ഉച്ചയോടുകൂടിയാണ് സമീർ താഹിറിനെ ചോദ്യം ചെയ്തു തുടങ്ങിയത്. രാവിലെ തന്നെ അദ്ദേഹം ഇന്ന് ഹാജരായിരുന്നു. ഇതും ചോദ്യം ചെയ്തതിന്റെ ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സമീർ താഹിറിന്റെ. അതേസമയം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. NDPC ആക്ട് പ്രകാരമാണ് NDPS ആക്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്റെ അറിവോടെ അല്ല എന്നാണ് സമീർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം സമീറിന്റെ പേരിലുള്ള ഫ്ലാറ്റാണ് ഇത്. അത്തരം ഉപയോഗങ്ങൾക്ക്, അത് ലഹരി ഉപയോഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതും അത് ലഹരി ഉപയോഗിക്കുന്നതും ഈ ലഹരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറ്റകരമായ ഒരു വകുപ്പായതുകൊണ്ടാണ് സമീറിന് കൊച്ചിയിലെ ഫ്ളാറ്റിൽ യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് ഇപ്പോൾ സമീർ താഹിർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ളാറ്റിലെ ലഹരി ഉപയോഗം തന്റെ അറിവോടെ അല്ലെന്നാണ് സമീറിന്റെ മൊഴിയുള്ളത്. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ സമീർ താഹിറിനെ വിട്ടയച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. NDPS ആക്ട് 25 പ്രകാരമാണ് കേസെടുത്തത്. ഇല്ല, ആൾക്കറിയില്ല എന്ന് പറഞ്ഞു. അറിയില്ല. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരും സുഹൃത്തുമടങ്ങുന്ന 3 അംഗ സംഘത്തെയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. സമീർ താഹിറിന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. സമീറിനെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് കൂടുതൽ വിശദാംശം? സമീർ താഹിറിനെ ഇന്ന് രാവിലെയോടുകൂടിയാണ് ചോദ്യം ചെയ്തത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ സാഹചര്യമാണുള്ളത്. NDPS ആക്ട് പ്രകാരമാണ് അദ്ദേഹം പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സംവിധായകരടക്കം 3 പേർ എക്സൈസിന്റെ പിടിയിലാകുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ഉടമയാണ് സമീർ താഹിർ. ഇപ്പോൾ തന്റെ മൊഴിയിലൂടെ ഈ ലഹരി ഉപയോഗത്തെപ്പറ്റി തനിക്ക് അറിയില്ലെന്നുള്ള വിവരമാണ് എക്സൈസിന് നൽകിയിരിക്കുന്നത്.
അജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകൾ അപകടാവസ്ഥയിൽ. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് പുത്തൻനടയിൽ നിർമ്മിച്ച വീടുകളാണ് അപകട സ്ഥിതിയിൽ ആയതോടെ താമസക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്. 2011 മാർച്ചിൽ സുനാമി ഫണ്ട് ഉപയോഗിച്ച് 94 വീടുകളാണ് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചത്. 2 മുറികൾ, വരാന്ത, അടുക്കള എന്നീ സൗകര്യങ്ങളുണ്ടായിരുന്നു. 2007 സെപ്റ്റംബറിലുണ്ടായ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ കാലവർഷത്തിലും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം മുന്നിൽ കണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. നിലവിൽ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ വീടുകളുടെ മേൽക്കൂരകൾ ചോർന്നൊലിക്കുകയാണ്. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളൽ വീണു. കെട്ടിടങ്ങളുടെ അടിത്തറയും ദുർബലമാണ്. ഇതിനൊക്കെ പുറമെ ശുചിമുറികളും തകർന്നു. മലിനജലം പരന്നൊഴുകുന്നുണ്ട്. 1 വർഷം ഗ്രൗണ്ടിൽ താമസിച്ച് 5 വർഷം, ഇതിപ്പോൾ 15 വർഷമായി ഇവർ ഇവിടെ വന്നിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം 50,000 രൂപ വീതം വീട്ടുകാർ കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമുക്കറിയാം, കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഫ്ലാറ്റ് കെട്ടി കൊടുക്കുന്നവർക്കല്ല, വീട് വെച്ച് കൊടുക്കുന്നവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ തന്നെ വീണ്ടും അത് പണിഞ്ഞു കൊടുക്കണമെന്നാണ് ഉള്ള ഉത്തരവ്. അത് ഒരു നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യമാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാർ പറഞ്ഞ കണക്കോലെ അവരുടെ അടുത്ത് പൈസ ഇല്ല. ഈ ജനങ്ങൾ എവിടെ പോകും? ഇവിടാണ്ട് വീടൊക്കെ ഇടിഞ്ഞ് എല്ലാം പിളർന്ന് കിടക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ താമസിച്ചിരുന്ന സെബാസ്റ്റ്യന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു. കഴിഞ്ഞ വർഷവും 12ഓളം അംഗങ്ങൾ കഴിഞ്ഞിരുന്ന വീട്ടിലെ മേൽക്കൂര അടർന്നു വീണു. സമാന സംഭവം പലവട്ടം ആവർത്തിച്ചു. പലവട്ടം താമസക്കാർ അധികൃതരെ സമീപിച്ചു. സഹായം ഉണ്ടായില്ല. കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം, ദുരിതാശ്വാസ സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി താമസക്കാർ പറയുന്നത്. 14 വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസിനായി തുക അനുവദിച്ചത്. ഓരോ തവണ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ആധിയാണ് ഇവിടത്തുകാർക്ക്. അപകടങ്ങൾ പതിവാകുമ്പോഴും വാടക വീട്ടിലേക്ക് അടക്കം മാറാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇവർക്കില്ല. ന്യൂസ് 18 അഞ്ചുതെങ്ങ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.